ബഹിരാകാശ ക്വിസ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നതിനുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഏത് വർഷം? 2023. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നത് ഏത് ചാന്ദ്രദൗത്യത്തിന്റെ വിജയകരമായ ലാൻഡിങ്ങിനെ അനുസ്മരിച്ചാണ്? ചന്ദ്രയാൻ 3 ദൗത്യം. 2025 ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പ്രാചീന ജ്ഞാനത്തിൽ നിന്ന് അനന്ത സാധ്യതകളിലേക്ക്. ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിനും പര്യവേഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രധാന ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO. ISRO എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? ഓഗസ്റ്റ് 15, 1969. ISROയുടെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആര്? ഡോക്ടർ വിക്രം സാരാഭായ്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര്? ഡോക്ടർ V. നാരായണൻ. ഡോക്ടർ V. നാരായണന് മുമ്പ് ISROയുടെ ചെയർമാൻ ആയിരുന്നത് ആര്? ഡോക്ടർ S. സോമനാഥ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗളൂരു, കർണാടക. ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യത്തിന്റെ പേര് എന്താണ്? ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-11 പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 1 ദൗത്യം നടപ്പിലാക്കിയത് ഏത് സംഘടനയാണ്? ISRO. ചന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് എന്തായിരുന്നു? ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യത്തിന് തെളിവുകൾ കണ്ടെത്തിയത്. ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ചന്ദ്രയാൻ 1 ഉപകരണം ഏതാണ്? മൂൺ മിനറോളജി മാപ്പർ. മൂൺ മിനറോളജി മാപ്പർ വികസിപ്പിച്ചത് ഏത് ബഹിരാകാശ ഏജൻസിയാണ്? നാസ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ചന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ചന്ദ്രന്റെ ഉപരിതലം പഠിക്കുകയും ഭൂപടം തയ്യാറാക്കുകയും അതിന്റെ ധാതു രാസഘടനയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക. ചന്ദ്രയാൻ 2.
ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യത്തിന്റെ പേര് എന്താണ്? ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22-ന്. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mk-3M1 ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M1. ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ 3 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓർബിറ്റർ, ലാൻഡർ, റോവർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ ലാൻഡറിന്റെ പേര് എന്തായിരുന്നു? വിക്രം. ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ റോവറിന്റെ പേര് എന്തായിരുന്നു? പ്രഗ്യാൻ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ചന്ദ്രന്റെ ദക്ഷിണധ്രുവ പ്രദേശം പഠിക്കുകയും സോഫ്റ്റ് ലാൻഡിംഗും റോവർ സാങ്കേതിക വിദ്യയും വിജയകരമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുക. ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങാൻ ശ്രമിച്ചത് ഏത് തീയതിയിലാണ്? 2019 സെപ്റ്റംബർ 7-ന്. ചന്ദ്രയാൻ 2 ദൗത്യത്തിനിടെ ചന്ദ്രനിൽ ഇറങ്ങുന്നതിനുള്ള ശ്രമത്തിനിടെ വിക്രം ലാൻഡറിന് എന്ത് സംഭവിച്ചു? ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടു. തുടർന്ന് അതിന്റെ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ വിക്രം ലാൻഡർ പതിച്ച പ്രദേശത്തിന് നൽകിയ പേര് എന്താണ്? തിരങ്ക പോയിന്റ്. ചന്ദ്രയാൻ 2 ദൗത്യം പൂർണ്ണമായും പരാജയപ്പെട്ടോ? ഇല്ല. ചന്ദ്രയാൻ 2-ന്റെ ഓർബിറ്റർ വിജയകരമായി പ്രവർത്തിക്കുകയും വിലപ്പെട്ട ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ചന്ദ്രയാൻ 2-ന്റെ ഓർബിറ്റർ ചന്ദ്രനിലെ ജലസാന്നിധ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രധാന കണ്ടെത്തൽ എന്തായിരുന്നു? ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യത്തിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി. ചന്ദ്രയാൻ 2-ൽ ചന്ദ്രന്റെ ഉപരിതലത്തെ റഡാർ ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ ഉപയോഗിച്ച ഉപകരണം ഏതാണ്? ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14-ന്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3M4 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ, റോവർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലാൻഡറിന്റെ പേര് എന്തായിരുന്നു? വിക്രം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ റോവറിന്റെ പേര് എന്തായിരുന്നു? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഏത് തീയതിയിലാണ്? 2023 ഓഗസ്റ്റ് 23-ന്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് പ്രദേശത്താണ് വിജയകരമായി ഇറങ്ങിയത്? ചന്ദ്രന്റെ ദക്ഷിണധ്രുവ പ്രദേശത്ത്. ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ പേര് എന്താണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ പ്രഗ്യാൻ റോവറിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുകയും ലാൻഡിംഗ് നടന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള
ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക. പ്രഗ്യാൻ റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏകദേശം എത്ര ദൂരം സഞ്ചരിച്ചു? 101.4 മീറ്റർ. ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എന്താണ് അളന്നത്? ചന്ദ്രന്റെ ഉപരിതലത്തിലെയും ഉപരിതലത്തിന് സമീപമുള്ള പ്രദേശത്തെയും താപനില. ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ചന്ദ്രയാൻ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണധ്രുവ പ്രദേശത്തിന് സമീപം വിജയകരമായി ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ചന്ദ്രയാൻ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3 ചന്ദ്രയാൻ ദൗത്യങ്ങളും നടപ്പിലാക്കിയത് ഏത് സംഘടനയാണ്? ISRO. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ 3 ദൗത്യങ്ങളും ഏത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ S. സോമനാഥ്. മംഗൾയാൻ. ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന നേട്ടം ഇന്ത്യക്ക് സമ്മാനിച്ച ISRO ദൗത്യം ഏതാണ്? മംഗൾയാൻ, മാർസ് ഓർബിറ്റൽ മിഷൻ. മംഗൾയാൻ വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? 2013 നവംബർ 5. ആദിത്യ L1. L1 ലഗ്രാഞ്ച് പോയിന്റ് 1ൽ നിന്ന് സൂര്യനെ പഠിക്കുന്നതിനായി ISRO നടത്തിയ ദൗത്യം ഏതാണ്? ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 2. ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സൂര്യനെയും സൂര്യനിൽ സംഭവിക്കുന്ന വിവിധ പ്രതിഭാസങ്ങളെയും പഠിക്കുക. സ്പെഡെക്സ് ഇന്ത്യയുടെ ബഹിരാകാശ ഡോക്കിംഗ് നേട്ടം. സ്പെഡെക്സ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്. സ്പെഡെക്സ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ബഹിരാകാശത്ത് 2 പേടകങ്ങളെ സ്വയം കണ്ടെത്തി പരസ്പരം ഡോക്കിംഗ് കൂട്ടിച്ചേർക്കൽ ചെയ്യുകയും പിന്നീട് വേർപെടുത്തുകയും ചെയ്യുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പ്രദർശിപ്പിക്കുക. 2 സ്പെഡെക്സ് ഉപഗ്രഹങ്ങളെ ISRO ആദ്യമായി വിജയകരമായി ഡോക്കിംഗ് ചെയ്തത് എപ്പോഴാണ്? 2025 ജാനുവരി 16. സ്പെഡെക്സ് ദൗത്യത്തിലെ 2 ഉപഗ്രഹങ്ങളുടെ പേരുകൾ ഏതൊക്കെയാണ്? SDX-01, SDX-02. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് സ്പെഡെക്സ് ദൗത്യത്തിന്റെ വിജയം പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഭാവിയിലെ ബഹിരാകാശ നിലയ ദൗത്യങ്ങൾ, മനുഷ്യ ബഹിരാകാശ യാത്രകൾ, ബഹിരാകാശ പേടകങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, സങ്കീർണമായ ചാന്ദ്ര ദൗത്യങ്ങൾ എന്നിവയിൽ പേടകങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താനും ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നതിനാലാണ്. സ്പെഡെക്സ് ദൗത്യത്തിൽ 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ ഡോക്കിംഗ് നടത്തിയതിനു ശേഷം ISRO വിജയകരമായി പ്രദർശിപ്പിച്ച മറ്റൊരു സാങ്കേതികവിദ്യ ഏതാണ്?
രണ്ട് ഉപഗ്രഹങ്ങൾക്കിടയിൽ വൈദ്യുത ശക്തി കൈമാറ്റം നടത്തുന്നതിനുള്ള സാങ്കേതികവിദ്യ. നിസാർ. നിസാർ എന്ന പേരിന്റെ പൂർണ്ണരൂപം എന്താണ്? നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. നിസാർ ദൗത്യം ISROയും ഏത് ബഹിരാകാശ ഏജൻസിയും സംയുക്തമായി നടത്തുന്ന ദൗത്യമാണ്? നാസ. നിസാർ ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഭൂമിയെ നിരീക്ഷിക്കുന്ന റഡാർ ഉപഗ്രഹം. നിസാർ വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2025 ജൂലൈ 30. നിസാർ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ISRO ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ F-16. നിസാർ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് എന്താണ്? ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, മണ്ണിടിച്ചിലുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഗഗൻയാൻ. ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര് എന്താണ്? ഗഗൻയാൻ. ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുക. ഗഗൻയാൻ ദൗത്യത്തിൽ എത്ര ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കാനാണ് ലക്ഷ്യമിടുന്നത്? 3 ബഹിരാകാശ യാത്രികർ. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിൽ ബഹിരാകാശ യാത്രികർ ഭ്രമണപഥത്തിൽ എത്ര ദിവസം കഴിയാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്? 3 ദിവസം. ഗഗൻയാൻ ദൗത്യത്തിനായി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? ഹ്യൂമൻ റേറ്റഡ് LVM-3. ഗഗൻയാൻ ദൗത്യത്തിനായി 2026 ഏപ്രിൽ 10 വിജയകരമായി നടത്തിയ പ്രധാന പരീക്ഷണം ഏതാണ്? ദ സെക്കൻഡ് ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് IADT-02. ഗഗൻയാൻ ദൗത്യത്തിലെ IADT-02 പരീക്ഷണത്തിലൂടെ എന്താണ് സാധൂകരിച്ചത്? ക്രൂ മൊഡ്യൂളിലെ പാരച്യൂട്ട് അധിഷ്ഠിത വേഗത കുറയ്ക്കൽ സംവിധാനങ്ങൾ. ഗഗൻയാൻ ദൗത്യത്തിലെ IADT-02 പരീക്ഷണത്തിനിടെ എത്ര പാരച്യൂട്ടുകളാണ് വിന്യസിച്ചത്? 10 പാരച്യൂട്ടുകൾ. ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾ. ചന്ദ്രനിൽ നിന്ന് മണ്ണിൻ്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പദ്ധതിയിട്ടിരിക്കുന്ന ചന്ദ്രയാൻ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 4. ലുപെക്സ് ദൗത്യത്തിൽ ISROയുമായി സഹകരിക്കുന്ന ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി ഏതാണ്? ജാക്സ, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ലുപെക്സ് ചാന്ദ്ര ദൗത്യത്തിനായി ഇന്ത്യ ഏത് രാജ്യവുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ജപ്പാൻ. ലുപെക്സ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണധ്രുവ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല.
ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ചത് ഏത് ദൗത്യത്തിന്റെ ഭാഗമായാണ്? ആക്സിയം 4 ദൗത്യം. ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നത് എപ്പോഴാണ്? 2025 ജൂൺ 25-ന്. ശുഭാംശു ശുക്ലയുടെ ചരിത്രപരമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ ദൗത്യം എത്ര ദിവസം നീണ്ടുനിന്നു? 18 ദിവസം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിച്ച ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? സുനിത വില്യംസ്. ISROയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ഏത് വർഷത്തിലാണ്? 1975-ൽ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ടയെ വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? സോവിയറ്റ് യൂണിയൻ. ISROയുടെ വിക്ഷേപണ വാഹനങ്ങൾ പ്രധാനമായും വികസിപ്പിക്കുന്നത് എവിടെയാണ്? വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, തിരുവനന്തപുരം. ISROയുടെ വർക്ക് ഹൗസ് എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ വിക്ഷേപണ വാഹനം ഏതാണ്? പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യയുടെ ആദ്യ സമർപ്പിത ഉപഗ്രഹമായി ISRO വികസിപ്പിച്ചത് ഏതാണ്? എജുസാറ്റ്. ISROയുടെ ആദ്യ ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ അരിയാൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ്. ആപ്പിൾ ഉപഗ്രഹം വിക്ഷേപിച്ചത് എപ്പോഴാണ്? 1981 ജൂൺ 19-ന്. ഒരു ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ISRO വികസിപ്പിച്ച ആദ്യ പരീക്ഷണാത്മക വിക്ഷേപണ വാഹനം ഏതാണ്? SLV-3 സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3. SLV-3 പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും പ്രാദേശിക നാവിഗേഷൻ സേവനങ്ങൾ നൽകുന്ന ISROയുടെ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനത്തിന്റെ പേര് എന്താണ്? നാവിക് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ഇപ്പോൾ നാവിക് എന്നറിയപ്പെടുന്ന ISROയുടെ പ്രാദേശിക ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനത്തിന്റെ ആദ്യകാല പേര് എന്തായിരുന്നു? IRNSS ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യ ഭാവിയിൽ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്താണ്? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ബഹിരാകാശ നിലയത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്ത് താമസിക്കാനും ശാസ്ത്രീയ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്താനുമുള്ള ഒരു വേദി ഒരുക്കുന്നതിനാണ്.